ആ എന്താ? രാമേട്ടന്റെ ശവശരീരത്തിന് പോലും ഞങ്ങൾക്ക് അവകാശമില്ലേ? അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ അതിങ്ങോട്ട് കൊണ്ടുപോകുന്നതില് ഞങ്ങൾക്കെതിരൊന്നുമില്ല. പക്ഷേ അതെന്നോടൊന്ന് പറയായിരുന്നു. ആ വക മര്യാദയൊന്നും ഇന്ദ്രജിക്കില്ലെന്ന് സാവിത്രിക്ക് അറിഞ്ഞൂടെ? ഇപ്പോ ഒരു തർക്കത്തിലുള്ള സമയമൊന്നുമല്ല ഇന്ദ്രജെ. നമ്പ്യാരെ, നമ്മളെല്ലാവരും ഒരുപോലെ ദുഃഖത്തിലാ. മനസ്സ് തകർന്നു നിൽക്കുന്ന ഈ അവസ്ഥയിൽ മുൻ വൈരാഗ്യമൊക്കെ മാറ്റിവെക്കാൻ മകളോട് പറയേ. ഞാൻ നിസ്സഹായനാണ് കൈമളെ, എല്ലാ അർത്ഥത്തിലും. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ഒരാൾ ഇല്ലാതായിരിക്കെ. ഈ അവസരത്തിലെങ്കിലും എല്ലാവരും പരസ്പരം എല്ലാം മറക്കണം. ഇന്ദ്രജെ, എന്റെ രാമേട്ടനെ എവിടെ കിടത്തിയിരിക്കുന്നത്? എനിക്കെന്റെ രാമേട്ടനൊന്ന് കാണണം. നീ തന്നെയല്ലേ നിന്റെ ഭർത്താവിന് മരണത്തിന് വിട്ടുകൊടുത്തത്? ഓരോ നിമിഷവും മനസ്സുരുകി ഇരുന്നപ്പോഴും ഒടുവില് പോലീസ് കൊണ്ടുപോയപ്പോഴും നീ ഡെഡ് മണി കൊടുക്കുമെന്നും പറഞ്ഞ് എന്റെ ഏട്ടനെ വ്യാമോഹിപ്പിച്ചു. ഒടുവില് ചതിച്ചു. എന്റെ ഏട്ടനെ അവര് തൂക്കിലേറ്റി. രാമഭദ്രൻ ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നുവെന്ന് സത്യത്തിൽ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല നമ്പ്യാരേട്ടാ. ഇനിയിപ്പോ ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. രാമേട്ടൻ നമ്മളെ വിട്ടുപോയി. തർക്കവും വഴക്കവും ഒക്കെ ഒഴിവാക്കി രാമേട്ടന്റെ അന്ത്യകർമ്മങ്ങളെങ്കിലും നമുക്ക് നന്നായിട്ട് ചെയ്യണം. ആ ആത്മാവിനോടെങ്കിലും നീതി പാലിക്കണം. ഇന്ദ്രജെ, എന്റെ രാമേട്ടൻ എവിടെ കിടത്തിയിരിക്കുന്നേ? രാമേട്ടനെ ഇനി ആരും കാണില്ല. ഡെഡ് ബോഡി